ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ നയനയോട് പറയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയില്ലേ, എന്തായാലും നമ്മുടെ ആദിയുടെ മേലെ നിൻ്റെ ഒരു കണ്ണ് വേണം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് തീരാനുള്ളതല്ല നിൻ്റെ ജീവിതം. നയനെ, നിനക്ക് അത്രയ്ക്ക് കഴിവുള്ളവളാണ്, നീ അത് പലപ്പോഴായിട്ട് തെളിയിച്ചതുമാണ്. എത്രയോ തവണ മുത്തശ്ശനാണെങ്കിലും അതുപോലെ ആദ്യം ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടില്ലേ നിന്നോട് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ, അപ്പോഴൊന്നും നീ പോയിട്ടില്ലല്ലോ, അത് നീ തയ്യാറായിട്ടില്ലല്ലോ. ഇതിപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കൂടിയാണ്. എന്തായാലും നീ അവിടെ പോയി ജോയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അത് നിനക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. പിന്നെ ആദിയുടെ കുതന്ത്രങ്ങളും പിന്നെ ആദിയുടെ എങ്ങോട്ടേക്കാണ് വരുന്നത് പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും പറ്റുമല്ലോ. നിൻ്റെ കയ്യിലൊരു പിടിവള്ളിയും കൂടി ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും നീ ഓഫീസിൽ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണേ. അതിന് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷേ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. പണ്ടേ ഞാൻ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന കാര്യമാണോ? എടി പൊട്ടി, നീ ഇതുവരായിട്ടും ഒന്നും ചിന്തിക്കാൻ നിനക്ക് ഇതുവരായിട്ടും അറിയില്ല. അത് തന്നെ കാര്യം. ഇപ്പോൾ ജാനകി അപ്പച്ചിയും അതുപോലെ തന്നെ നിൻ്റെ അമ്മായിയമ്മയും കൂടെ കുറച്ച് രസത്തിലല്ലല്ലോ, ഇച്ചിരി ഉടക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഞാൻ പറഞ്ഞ ഈ പ്ലാൻ പ്രകാരം നീ കാര്യങ്ങൾ ചെയ്താൽ എന്തായാലും വർക്കൗട്ട് ആവും. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പറഞ്ഞു തരാം, ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ശേഷം എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് നവ്യ നയനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് നയന. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ, ഡിസൈനറിൻ്റെ ഒരു വേക്കൻസി ഉണ്ടല്ലോ, അവിടെ ഡിസൈനറായിട്ട് കയറിക്കോട്ടെ. എത്ര നാളാണ് വീട്ടിൽ തന്നെ ഇരിക്കണം, എല്ലാവരും പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ വീട്ടിലിരുന്നിട്ട് ഒരു ബോറടി. വീട്ടിലെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ, അമ്മ സമ്മതിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അമ്മയോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, അമ്മ പറഞ്ഞാലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ജാനകി പറയുന്നുണ്ട്, കമ്പനി പോകുന്നു, ഡിസൈനർ ആകാമെന്നോ, ആ ചിന്തയൊക്കെ നിൻ്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി, നീ എവിടേക്കും പോകുന്നില്ല, ഇവിടെ നിന്നാൽ മതി. പിന്നെ ഈ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ വേറെ ആര് ചെയ്യും? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കില്ല എന്ന് പറയണത് സത്യം തന്നെയാണ്, നീ ഓരോ ഓഫീസിലേക്കും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണേ. ദേവയാനി പറയുന്നുണ്ട്, നിർത്തിക്കണം, അല്ല നയന എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? നീയല്ല അത് തീരുമാനിക്കുന്നത്, അവൾ എൻ്റെ മരുമകളാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചോളാം. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം പറയുന്നു, നാളെ മുതൽ നീ ഓഫീസിൽ പോയിക്കോ, നിൻ്റെ ആഗ്രഹമല്ല, നീ ഓഫീസിൽ പോയി വർക്ക് ചെയ്തോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. താങ്ക്സ് അമ്മയെന്ന് പറഞ്ഞിട്ട് നയന ഒരുപാട് സന്തോഷത്തോടെ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ആ തീരുമാനത്തോട് മുത്തശ്ശനൊക്കെ ഇങ്ങനെ യോജിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ കടന്നല കുത്തിയ മാതിരി ഇരിക്കുകയാണ് നമ്മുടെ ജലജയും അതുപോലെ തന്നെ അനാമികയും ഒക്കെ. ഇതേ സമയത്ത് നമ്മുടെ ജാനകി എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അവൾ പോയാൽ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ഈ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും? അതിന് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അവൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത്, ഈ വീട്ടിൽ നമ്മൾ ഇത്രയും പേരില്ലേ, പിന്നെ നിൻ്റെ മരുമകൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവളും ഈ വീട്ടിലെ മരുമകളല്ലായിരുന്നു, അപ്പോൾ അവളല്ലേ ഈ വീട്ടിലെ ജോലികളെല്ലാം നോക്കിക്കണ്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ നവ്യ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നവ്യനെ നമ്മൾ ജോലികളൊന്നും ഏൽപ്പിക്കുന്നില്ല. അപ്പോൾ അനാമികയ്ക്ക് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കൈക്കും കാലിനൊക്കെ സ്വാധീനമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അനാമികയും കൂടെ ചെയ്യട്ടെന്നേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എണീറ്റ് പോകുകയാണേ. ഇതേ സമയത്ത് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മുടെ നയന. കാരണം ദേവയാനി എല്ലാവരുടെ മുമ്പിൽ വെച്ച് തനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, തന്നോട് പോകാനും ഒക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് ഓടി ചെന്ന് നവ്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി പറഞ്ഞ ഐഡിയ സൂപ്പർ, എന്തായാലും അമ്മയോട് പോകാൻ പറഞ്ഞു ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ആദ്യയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആദ്യമാണെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഓഫീസിലെ സ്റ്റാഫുകൾ മുഴുവൻ ബൊക്കയും മാലയും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ കണ്ടിട്ട് നല്ല സന്തോഷമാണ്. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ, എന്താ ഇന്ന് പ്രത്യേകത, എന്താ എനിക്കെന്തിനാ ഇപ്പോൾ ബൊക്കയൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നും കാണുന്ന സാറിന് എന്തിനാ സാർ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ബൊക്കയൊക്കെ തരുന്നത്, പിന്നെ ഇതാർക്കാ എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും, ഇത് മേഡോ ഏത് മേഡം എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മുടെ നയനയാണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ നയനനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ നമ്മുടെ ആദ്യം അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് നയനയ്ക്ക് ഇങ്ങനെ ബൊക്കയും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ കൊടുത്ത് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ സ്വീകരിക്കാൻ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആദ്യക്ക് അത്രയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല. ആദ്യം ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ ഇവിടേക്ക് വന്നത്?
എന്തോ ഇവളുടെ പ്ലാൻ ഉണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ ഉള്ളിൽ ഇവൾ കരുതിയിട്ടുണ്ട്. അതാണ് ഇവൾ എല്ലാവരും പറഞ്ഞിട്ടും ഞാനെന്ന് അത്രയും ക്യാഷ് വാഗ്ദാനം ചെയ്തിട്ടും സാലറി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞവൾ ഇന്ന് ഇവിടേക്ക് വരണമെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും സമ്മതിക്കാതെ എന്തായാലും ഇവൾ വരില്ല, അപ്പോൾ അമ്മയും സമ്മതിച്ചിട്ടുണ്ട്. എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. എന്തായാലും ഇവൾ എനിക്ക് പാരയാകും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എൻ്റെ സ്ഥാനം കൂടെ ഇവൾ വേണമെങ്കിൽ തട്ടിയെടുക്കും, കഴിവുള്ളവളാണ് ഇവൾ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ ആദ്യം. അങ്ങനെ പിന്നീട് വർക്കൊക്കെ കഴിഞ്ഞിട്ട്, അതായത് പിന്നെ ഇവരുടെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള അടിയും ഇവരുടെ കോംപ്ലക്സും ഒക്കെ ആയിട്ട് നല്ല രസകരമായ രീതിയിലായിരിക്കും കേട്ടോ പിന്നത്തെ സ്റ്റോറികളൊക്കെ പോകുന്നത്. അങ്ങനെ അതായത് ശ്വേതയും അതുപോലെ തന്നെ ആദിയുടെ ഇടയിൽ എന്താണെന്നുള്ളൊരു സത്യം അറിയാനും ഒക്കെ കൂടിയായിരിക്കും നമ്മുടെ നയന അങ്ങനെ ഓഫീസിലേക്ക് ചാർജ് ചെയ്യാൻ വരുന്നത്. പിന്നീടാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കാൻ കേട്ടോ നമ്മുടെ ജാനകിയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിച്ചെടുക്കുകയാണ് ദേവയാനി. ജാനകി എത്രത്തോളം നയനേനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം തന്നെ നയനേനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അങ്ങനെ ആകെ കൺഫ്യൂഷനിലിരിക്കുകയാണ് നമ്മുടെ ദേവയാനിയും ജലജയും അനാമികയും കൂടെ. ഇവർ മൂന്നുപേരുടെ ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ജലജ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഓഫീസിൻ്റെ MD സ്ഥാനത്തേക്ക് മോളും മരുമോനെയും കൂടെ ഒരുമിച്ച് കയറ്റാനുള്ള എന്തോ പദ്ധതിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അനിക്കും അബിക്കുമേ ഉള്ളൂ ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലാത്തതും, അവരേ ഉള്ളൂ ഇങ്ങനെ വെട്ടിപ്പസങ്ങളെ പോലെ ഇങ്ങനെ നടക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി ചെന്ന് മുത്തശ്ശിയോടൊക്കെ ഇങ്ങനെ സങ്കടം പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും മുത്തശ്ശിയും പറയുന്നുണ്ട്, നയനമോളുടെ കഴിവിനെ പണ്ട് നീ പ്രശംസിച്ചവളാണ് നീ, എന്നാൽ ആ കഴിവിനെ തന്നെയാണ് ഇപ്പോൾ നീ കുറ്റപ്പെടുത്തുന്നതും അവളെ തന്നെയാണ് നീ ഇപ്പോൾ വേദനിപ്പിക്കുന്നതും. എനിക്ക് എൻ്റെ എല്ലാ കൊച്ചുമക്കളും ഒരുപോലെയുള്ളൂ, മരുമക്കളാണെങ്കിലും എല്ലാവരും എനിക്ക് ഒരുപോലെയുള്ളൂ. പക്ഷേ എല്ലാവർക്കും കൊടുക്കേണ്ട സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കഴിവുകളും അഭിരുചിക്കനുസരിച്ച് എല്ലാവരും ഓരോന്ന് ചെയ്യുമ്പോൾ അതിൽ അഹങ്കരിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. മനസ്സിൽ എന്തെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ പോലെ എല്ലാവരെയും ഒരേ കണ്ണോടെ സ്നേഹത്തോടെ കാണാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ജാനകി അതൊന്നും വകവെക്കുന്നില്ല. പിന്നെയും നമ്മുടെ ജലജയാണെങ്കിൽ ഇങ്ങനെ വിഷം കുത്തി വെക്കുന്നുണ്ട്. ജാനകി പിന്നെയും നയനേനെ ഇങ്ങനെ ദ്രോഹിക്കാൻ കേട്ടോ. ഓഫീസ് വിട്ട്